എന്തോ നടത്തിയത്? സത്യേട്ടാ, ഇന്നലെ പ്രകാശൻ സ്റ്റേഷനിൽ വന്നിരുന്നോ? ഏത് പ്രകാശൻ? രാധികയുടെ അനിയൻ പ്രകാശൻ. ഏത് രാധിക? പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് രാധിക. ആ, അത് വന്നിരുന്നു തോന്നുന്നു. എന്നിട്ടെന്താ? വന്നിട്ട് തിരിച്ചു പോയി. എന്തിനാ പ്രകാശൻ വന്നത്? എന്തോ പരാതി കൊടുക്കാനോ അങ്ങനെ എന്താണ് വന്നത്. എന്നിട്ട് പരാതി തന്നോ? തന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. കാരണം എനിക്ക് വാങ്ങണ്ടെന്ന് തോന്നി. എന്തൊരു കഷ്ടോ സത്യേട്ടാ. ഈ രാധിക എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഓഫീസിലെ എന്ത് സഹായത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ആള്. അവളുടെ അനിയനൊരു പ്രശ്നം വന്നപ്പോ അവൾ എന്നെ വന്ന് കണ്ടു. വേറൊന്നുമല്ല, ഈ പ്രകാശന്റെ വീടിന്റെ വഴിയിലേക്ക് അയൽവക്കക്കാരൻ മതില് കെട്ടി. അതിന് പോലീസ് സ്റ്റേഷനിലല്ലാതെ എവിടെ പരാതിപ്പെടേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പരാതി തരേണ്ടത്. അതറിയാവുന്നതുകൊണ്ടാണ് രാധിക എന്നെ വന്ന് കണ്ടത്. എന്റെ ഭർത്താവാണല്ലോ സ്റ്റേഷൻ ഭരിക്കുന്ന ഏമാൻ. പ്രകാശനോട് സത്യേട്ടനെ വന്നൊന്ന് കാണാൻ ഞാൻ പറഞ്ഞു. സത്യേട്ടനെ സഹായിക്കുമെന്ന്. നന്നായി. എന്നിട്ട് സത്യേട്ടൻ എന്താ ചെയ്തത്? പ്രകാശന്റെ പരാതി കേൾക്കാൻ പോലും തയ്യാറാവാതെ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ഇനി രാധികയുടെ മുഖത്ത് എങ്ങനെ നോക്കും? സാധാരണ നീ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ അങ്ങ് നോക്കിയാൽ മതി. എന്റെ വായിന്നൊന്നും കേൾക്കരുത്. എന്തിന്റെ പേരില സത്യയുടെ പ്രകാശനെ ഇറക്കി വിട്ടത്? സ്റ്റേഷനിൽ വന്ന പരാതിക്കാരനെ പരാതി വാങ്ങാൻ പോലും തയ്യാറാവാതെ ഇറക്കി വിടാൻ സത്യേട്ടന് ആരാ അധികാരം തന്നത്? വകതിരിവില്ലാതെ സ്റ്റേഷനിൽ കയറി വന്നാൽ ഇറക്കി വിടുക എന്ന് മാത്രമല്ല, വേണ്ടി വന്ന കരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും. എന്ത് വകതിരിവില്ലായ്മയാ പ്രകാശൻ കാണിച്ചത്? കള്ളം കുടിച്ചിട്ടല്ലേ സ്റ്റേഷനിൽ കയറി വരാനുള്ളത്. സത്യേട്ടാ, മദ്യപിച്ച് സ്റ്റേഷനിൽ വരാൻ പാടില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? പരസ്യമായി മദ്യപിക്കരുത് നിയമമുണ്ട്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത് നിയമമുണ്ട്. പ്രകാശ് ഇത് രണ്ടും ചെയ്തിട്ടില്ല. ബാറിൽ പോരുന്ന് കള്ളു കുടിച്ചപ്പോ അയാൾക്ക് പരാതി തരണമെന്ന് തോന്നി സ്റ്റേഷനിൽ വന്നു. കള്ളുകൂടി എന്റെ പരാതി ഞാൻ കേൾക്കാറില്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാള് വീട്ടിലിരുന്നോ ബാറിലിരുന്നോ മദ്യപിച്ചു. അയാള് പുറത്തിറങ്ങിയപ്പോ ആരോ അയാളുടെ പോക്കറ്റ് അടിച്ചു. അയാൾ നേരെ സ്റ്റേഷനിൽ വന്ന് പരാതി പറയണ്ടേ? അയാള് മദ്യപിച്ചോണ്ടാണല്ലോ അയാളുടെ പോക്കറ്റ് അടിച്ചത്. അപ്പൊ അയാൾക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. മദ്യം നിരോധിച്ചിട്ടില്ലാത്ത ഒരു നാട്ടില് മദ്യപിക്കുന്നത് എങ്ങനെ കുറ്റമാവും? എന്റെ സ്റ്റേഷനിൽ അത് പറ്റില്ല. സ്റ്റേഷൻ സത്യന്റെ കുടുംബാംഗ സ്വത്തൊന്നും അല്ലല്ലോ. ഡ്യൂട്ടിക്കിടയിൽ സത്യന്റെ സ്റ്റേഷനിലെ പോലീസുകാർ മദ്യപിച്ച അത് ചോദിക്കാൻ സത്യന്റെ അവകാശമുണ്ട്. ഈ നാട്ടുകാർ മദ്യപിക്കുന്നത് ചോദിക്കാൻ എന്താ അവകാശമുണ്ട് സത്യേട്ടന്? ആർച്ചേ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിച്ചാണ്. ഒരു കുടിയന് വേണ്ടി നീ എന്തിനാ എത്ര വക്കാലത്ത് പറയണേ? അതും ജീവിതത്തിൽ ഇന്നേ വരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത എന്നോട്. ഓ, അത് അത്ര വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കുടിക്കാതിരിക്കുന്നതോ? ആ, ഇഷ്ടമുള്ളവര് കുടിക്കും, ഇഷ്ടമില്ലാത്തവര് കുടിക്കില്ല. നീ ഇത് പറയും. ചില്ലറ കുടിയന്മാരല്ലോ നിന്റെ കുടുംബത്തിലുള്ളത്. ഓ, ഒന്നാമതായിട്ടൊരു അമ്മാവനുണ്ട്. അയ്യോ, 24 മണിക്കൂറും ഫിറ്റാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കല്യാണത്തിന്റെ അന്ന് അങ്ങനെ ആടിക്ക് ഫിറ്റായിട്ട് ഡാൻസും കളിച്ച് ഉടുമുണ്ടൂരിഞ്ഞ് തലയെ കെട്ടിയത്. പിന്നെ ഒരു ചേച്ചിയുടെ ഭർത്താവുണ്ട്, ഒരു വില്ലേജ് ഓഫീസർ. പറയുമ്പോൾ ഭയങ്കര വില്ലേജ് ഓഫീസറാ. പക്ഷെ എപ്പോൾ എവിടെ ചെന്നാലും അയാൾക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒരു പെഗ് കഴിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ ഒരാളിനെ കണ്ട ഒരു ചായ കുടിക്കുന്നതെന്ന് ചോദിക്കും. ഇയാള് ബിസ്കി വേണോ ബ്രാൻഡി വേണോ? അവര് കുടിക്കുന്ന അവരുടെ പൈസ കൊണ്ടല്ലേ. സത്യേട്ടനോട് പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. ആർച്ച, നിനക്കിപ്പോ എന്താ വേണ്ടേ? പ്രകാശിന്റെ പ്രശ്നത്തിൽ ഇടപെടണം. അവനോട് മദ്യപിക്കാതെ മര്യാദയ്ക്കൊന്നും തന്നെ കാണാൻ പറയും. പോയി നോക്ക്, എന്നെ കാണാൻ വന്നതായിരിക്കും. മെമ്പർ സാറില്ലേ ഇവിടെ? എന്തിനാ പവിത്ര? ഞാനൊരു കേസിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. അയ്യോ, അപ്പൊ പവിത്രനെ അറിഞ്ഞില്ലേ? സത്യേട്ടൻ SI പണി രാജിവെച്ചു. ഇന്നലെ സത്യേട്ടന് ചേരുന്ന പണി ഉപദേശിയുടെ പണിയാണെന്ന് അറിഞ്ഞപ്പോ സത്യേട്ടൻ രാജിവെച്ചു. ഇപ്പൊ ഉപദേശി സത്യപാലൻ എന്നറിയപ്പെടുന്നേ. ഉപദേശം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോ, വിളിക്കണോ? മെമ്പർ ഇത് എന്നാ ഈ പറയുന്നത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചോ. സത്യേട്ടാ, പവിത്ര വന്നിരിക്കുന്നു. മെമ്പറെ, ശരിക്കും സംഭവം എന്നാ? എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്നാ സംഭവം എന്നാ അത് പറ. എനിക്കും. സാറേ, എന്നാ സംഭവം എന്നാ? സാറ് ജോലി രാജിവെക്കാൻ പോന്ന് പറഞ്ഞിട്ട്? അല്ല, മെമ്പറാ പറഞ്ഞത് പോലീസിലെ ജോലി രാജിവെച്ചിട്ട് ഉപദേശിയാകാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. എന്നെ സംഭവം എന്നാ? നീ ഉപദേശിയാൻ പോകുന്നത് എവിടെ തന്ത? ഞാനിപ്പോഴും പോലീസിൽ തന്നെ ഉണ്ട്. പവിത്ര വന്ന കാര്യം പറ. സാറേ, ഞാനൊരു പരാതി പറയാൻ വേണ്ടിട്ട് വന്നായിരുന്നു. അയ്യോ, പരാതിയാണോ? അതെ. എങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പവിത്ര മദ്യപിച്ചിട്ടുണ്ടോ? ഞാനോ? ഇല്ല. ആ, മദ്യപിച്ചവരുടെ പരാതി സാറ് കേൾക്കൂല. പരാതി പറയാൻ വരുന്നവര് മദ്യപിച്ചിട്ടില്ലാന്ന് സാറിന് ആദ്യം ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ ഉണ്ടോ? ബ്ലഡ് ടെസ്റ്റ് വല്ലതും വേണോ സത്യേട്ടാ? അതെ, ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എനിക്ക് രക്തപരിശോധന നടത്തണ്ട. എന്റെ പരിസരത്ത് വരുമ്പോ തന്നെ എനിക്ക് അറിയാൻ പറ്റും. എന്റെ മൂക്കിനെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ.
വെറുതെ അല്ല സത്യേട്ടന്റെ സ്റ്റേഷനിൽ പോലീസ് നായി ഇല്ലാത്ത, പകരം SI ഉണ്ടല്ലോ. ഓർച്ചേ ശേഷം നിങ്ങളൊന്ന് നിർത്തിക്കേ. നിങ്ങൾ ചുമ്മാ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ കാര്യം എന്നാന്ന് വെച്ചാൽ തെളിച്ചു പറ, എന്നല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ആ ക്ലർക്ക് രാധികയുടെ അനിയൻ പ്രകാശൻ ഇന്നലെ പരാതിയുമായിട്ട് സത്യേട്ടനെ കാണാൻ സ്റ്റേഷനിലായിരുന്നു. അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി വാങ്ങാതെ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടു. മദ്യപിച്ചിട്ടല്ല സ്റ്റേഷനിൽ വരാനുള്ളത്. മദ്യപിച്ചിട്ട് അമ്പലത്തിലേക്ക് പള്ളിയിലേക്കൊന്നും അല്ലല്ലോ വന്നത്, സ്റ്റേഷനിലേക്കല്ലേ? അല്ല പവിത്ര, ഇപ്പോഴത്തെ കാലത്ത് കുറച്ചെങ്കിലും മദ്യപിക്കാത്തവരാരുണ്ട്? ശരിയാ, ഞാനുണ്ട്. ഞാൻ ആറുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യം എല്ലാവരും മദ്യപിക്കുന്നവരൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. അങ്ങനെയുണ്ട്. പവിത്ര മദ്യപിക്കും? ഇല്ല, ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും മദ്യപിക്കുകയല്ല. ഇടയ്ക്ക്, അതും സ്വന്തം കാശ് കൊടുത്ത് മേടിക്കുകയല്ല. ആരെങ്കിലും മേടിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഓസിന് കിട്ടിയ 2 അടിക്കും. അപ്പൊ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പവിത്രം എന്നും മദ്യപിക്കും അല്ലേ? അല്ല, എന്നും ഒന്നുമില്ല, വല്ലപ്പോഴും വല്ല കമ്പനിയൊക്കെ കൂടുമ്പോൾ അതൊക്കെ രസമല്ലേ. 2 അടിച്ച് 2 പാട്ടൊക്കെ പാടി ഒരു കമ്പനിയൊക്കെ അടിച്ചിരിക്കുക പറഞ്ഞാൽ അതൊരു രസമാ. ഇതൊക്കെ ആരോട് പറയാനാ പവിത്ര? സ്റ്റേഷനിൽ പോയി കള്ളന്മാരെ ചീത്ത വിളിക്കുക, വീട്ടിൽ വന്ന് ഭാര്യയുടെ മെക്കിട്ട് കയറുക, ഇതൊക്കെയാ ജീവിത ലക്ഷ്യം എന്ന് വിചാരിക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ സാറേ, ഈ നിസാര കാര്യമൊക്കെയാണോ നിങ്ങൾ വലിയ സംഭവം എന്നും പറഞ്ഞിട്ട് ഈ കുട്ടിക്കൊഴിച്ചു നടക്കുന്നത്? ആ പ്രകാശം വെറും പാവാ. അവൻ വല്ലപ്പോഴും 2 അടിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പവിത്ര ഇപ്പൊ എന്തിനാ വന്ന? ഞാൻ ആ സന്തോഷിന്റെ കേസിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നേ. നേരെ ചെന്ന് പ്രകാശിനോട് പറയാ. അവൻ പാവല്ലേ, കള്ളുകൂടിയന് വക്കാലത്തുമായിട്ട് പോലീസുകാരന്റെ വീട്ടിൽ വന്നൊക്കെ അവൻ. അവിടെ എന്താ ചേച്ചി ഒരു ബഹളം? ഓരോ ദിവസം ഓരോ പ്രശ്നമല്ലതെ. ഇന്നത്തെ വിഷയം കള്ളുകൂടിയാ. ആര് കള്ളു കുടിച്ച്? ആ, എന്റെ ഒരു പരിചയക്കാരൻ പ്രകാശൻ. അയാൾ ഒരു പരാതി പറയാൻ സ്റ്റേഷനിൽ ചെന്നു. അപ്പൊ 2 സ്മോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സത്യേട്ടനാണെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തെ കൂടെ കള്ളും കുടിച്ചു പോയാലും മണം പിടിക്കും. അയാളെ ഇനി പറയാനൊന്നുമില്ല. അത് ചോദിച്ചപ്പോ എന്നോട് പറയാ, കള്ളു കുടിച്ച് എന്നോട് സംസാരിക്കാൻ വരണ്ടാന്ന്. സത്യം പറയാലോ ചേച്ചി, വല്ലപ്പോഴും 2 പെഗ്ഗടിക്കുന്നവരെ എനിക്കിഷ്ടം. അവര് നല്ല രസവാ. ഒരു തുള്ളി പോലും കഴിക്കാത്തവർക്കേ മുരടന്മാരുടെ സ്വഭാവമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു തുള്ളി പോലും കഴിക്കാത്തോണ്ടായിരിക്കും സത്യപാലൻ സാറ് ഇത്ര ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കണം. സത്യേട്ടാ, നിനക്ക് ചിലപ്പോ രസം കാണിച്ചു തരാം. എന്ത് പറഞ്ഞാലും നീ ഒന്നും മിണ്ടണ്ട കേട്ടോ. ലതേ, നിനക്ക് കള്ളു കുടിക്കുന്ന ആളുകളോടാണോ കള്ളു കുടിക്കാത്ത ആളുകളോടാണോ ഇഷ്ടം? പറയേ. നീ പേടിക്കൊന്നും വേണ്ട, ഇത് പോലീസ് സ്റ്റേഷൻ ഒന്നും അല്ല, വീടാ. എനിക്ക് മദ്യപിക്കുന്നവരുടെ അടുത്ത് വെറുപ്പൊന്നുമില്ല. കേട്ടല്ലോ, മനുഷ്യരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാ. ഇവളെ പോലുള്ള ചെറുപ്പക്കാരികൾക്ക് മദ്യപിക്കുന്നവരെ ഇഷ്ടമെങ്കിൽ അതാണ് ട്രെൻഡ്. ലതേ, നിന്റെ പരിചയത്തിൽ ആരൊക്കെ മദ്യപിക്കും? അത് പിന്നെ ചില ദിവസങ്ങളിൽ അച്ഛനും ചേട്ടനും കൂടി ഒരു കുപ്പി എടുത്തോണ്ടൊന്ന് കുടിക്കും. നിന്റെ അച്ഛനും നിന്റെ ചേട്ടനും കൂടിയോ? അതായത് അച്ഛനും മോനും കൂടി ഇരുന്നിട്ട് നിങ്ങളെ പോലുള്ളവരായി ഈ നാട് നശിപ്പിക്കുന്നേ? ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് വല്ലപ്പോഴും കുടിക്കുന്നതിൽ ഇവക്ക് വിരോധമില്ലാന്ന്. ഓഹോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുമ്പോ പാല് കൊടുക്കുന്നതിന് വരും 1 സ്പൂൺ സ്മോളും കൂടെ കൊടുക്ക്. സത്യേട്ടനോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല മറ്റുള്ളവർ ജീവിക്കുന്നേ, മനസ്സിലായോ? ഓ, അപ്പോ കൊള്ളാവുന്നൊരു കുടിയനെ കെട്ടാൻ കാത്തിരിക്കുകയാണ് ലത. സാറേ, വല്ലപ്പോഴും കുടിക്കുന്നവരെ എങ്ങനെ കുടിയനെന്ന് വിളിക്കാൻ പറ്റൂ? നിന്നെ പോലുള്ള കുറെ പരിഷ്കാരികൾ ഇറങ്ങിയിട്ടില്ലേ, അവരാണ് ഈ നാടിന് ശാപം. നീ നോക്കിക്കോ, നിന്നെ കെട്ടുന്ന ഒരുത്തനുണ്ടല്ലോ, അവനൊരു കുടിയനായിരിക്കും. അവൻ എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്നിട്ട് നിന്നെ പൂരെ തെറി വിളിച്ച് നിന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടും. അങ്ങനെ ഒരു 4-5 ദിവസത്തെ തെറിവിളിയും തൊഴിയും കഴിയുമ്പോ നീ പരാതി പറയാനായിട്ട് സ്റ്റേഷനിൽ എന്റെ മുമ്പിൽ വരും. അന്നേരം ഞാൻ ബാക്കി പറയാം കേട്ടാ. അവളോടെ കാര്യമായിട്ട് ഞാനോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്ത്? നോക്കിക്കോ, അവളെ കെട്ടുന്നത് ഒരു കുടിയനായിരിക്കും. അവന്റെ 4 തൊടിയും 2 ചവിട്ട് കിട്ടുമ്പോഴേ അവള് പഠിക്കും. കുടിക്കാത്ത ഭർത്താവുണ്ടായിട്ട് എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. നിനക്ക് എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ്? എനിക്ക് എന്താ ഇവിടെ ഒരു കുറവില്ലാത്തത്? ആർച്ചേ, ഇന്നത്തെ കാലത്ത് മദ്യപിക്കാത്ത സൽസ്വഭാവിയായ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗ്യമാണ്. കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയണില്ലേ, അത് ശരിയാ. അതാ ഇപ്പോൾ നിന്റെ അവസ്ഥ. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പേരെന്താന്ന് അറിയാമോ? മദ്യപിക്കാത്ത, കൈക്കൂലി വാങ്ങാത്ത, സൽസ്വഭാവിയായ ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ എന്നെ പോലെ സത്യസന്ധനായ എത്ര പോലീസുകാരെന്ന് നിനക്ക് അറിയാം? പറയും. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മഹാ അത്ഭുതമാണ് ഞാനെന്നാ DYSP സാർ എന്നെ കുറിച്ച് പറയുന്നത്. പോലീസുകാരുടെ ഇടയിലല്ല, മനുഷ്യന്മാരുടെ ഇടയിലെ മഹാത്ഭുതമാണ് സത്യേട്ട. സത്യേട്ടാ, കള്ളു കുടിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷെ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് സത്യേട്ട കരുതരുത്. ഇപ്പൊ പവിത്രം പറഞ്ഞു കേട്ടോ,
കള്ളു കുടിക്കുന്നവരുടെ ഇടയിൽ നല്ല ആളുകളുണ്ട്. ആർച്ച നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കള്ളൂടി തുടങ്ങണമെന്നാണോ? ആ അതൊക്കെ സത്യേട്ടന്റെ ഇഷ്ടം. ഇതിലിത്ര ദേഷ്യപ്പെടാനൊന്നും ഇല്ല സാറേ. ഇപ്പോഴത്തെ ആൾക്കാരില്ലേ, ഇവർക്കൊന്നും ഇങ്ങനെ കുടിക്കുന്നതിനൊന്നും വലിയ കുഴപ്പമൊന്നും അവർ കാണാറില്ല. കുഞ്ഞ്, ആണുങ്ങൾ ആരെങ്കിലും എന്നോട് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ കേട്ടാനെ. ഇത് രണ്ട് പെണ്ണുങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാ ഞാൻ എങ്ങനെ കേൾക്കും? മദ്യപിക്കുന്നത് കുഴപ്പമില്ല. അത് എനിക്ക് തോന്നുന്നത് സാറേ, നമ്മുടെ ഈ പ്രകാശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയാർത്തിന് വേണ്ടപ്പെട്ട ആളാണല്ലോ. ആ പ്രകാശനാണല്ലോ പോലീസ് സ്റ്റേഷനിൽ സാറ് ഇറങ്ങിപ്പോടാൻ പറഞ്ഞ് ഇറക്കി വിട്ടത്. അതിന്റെ ദേഷ്യത്തിന് പറഞ്ഞാൽ ഇത് അതൊന്നും അല്ലടോ. എന്നെ പോലെ ഒരു സൽസ്വഭാവിയായ ഭർത്താവിനെ അവൾ അർഹിക്കുന്നില്ല, അതാ കാര്യം. അല്ല, ഇങ്ങനെ വല്ലപ്പോഴെങ്കിലും കുടിക്കുന്ന ആൾക്കാരല്ലേ അവരെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ കുടിച്ച് പൂസായി വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ടീമിലൊന്നും ഇവർ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഇവർ വന്നൊന്ന് കാണണം. എന്തിനാണ് പറയാം, നമ്മളെ കനകാമ്പരൻ പതിനാറ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തുമാത്രം കുടിച്ചിട്ട് സാറേ അങ്ങ് വീട്ടിൽ ചെന്ന് കയറിയിട്ട് സ്വർണ്ണല സാറിന്റെ ഊപ്പാടും പരുവപ്പാടും വരെയാണ്. സാറിനറിയാവോ? അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിയാർച്ചയുടെ ഈ മനോഭാവമേ അങ്ങ് മാറും. അതൊക്കെ അറിയായിരുന്നെങ്കിൽ ഇവളൊന്നും ഇങ്ങനെ പറയില്ല. എങ്കിൽ പിന്നെ അതങ്ങ് അറിയിച്ചു കൊടുക്കണം സാറേ. മനസ്സിലായില്ല? സാറ് കുടിച്ച് പൂസായി ഒരു ദിവസം വീട്ടിൽ ചെന്ന് കാരണം അപ്പോഴത്തേക്ക് ഉണ്ണിയാർച്ചയുടെ ഫീസ് അങ്ങ് പോകും. ഞാൻ കുടിക്കാനാ? താൻ എന്താണ് ഈ പറയണേ? അതൊന്നും ശരിയാവില്ല കുഞ്ഞെ. എന്റെ പൊന്നു സാറേ, നല്ലൊരു കാര്യത്തിനല്ലേ. സാറ് ഒരു ദിവസം കുടിച്ച് പൂസായിട്ട് അങ്ങോട്ട് പോകുമ്പോ ഉണ്ടല്ലോ, ഉണ്ണിയാർച്ച പേടിക്കും, സാറിന്റെ കാല് പിടിക്കും. എന്റെ പൊന്നു സാറേ, ഈ പെണ്ണുങ്ങൾക്ക് പൊതുവെ കുടിയന്മാരെ വലിയ ഇഷ്ടമൊന്നുമില്ല. സാറിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഉണ്ണിയാർച്ച പറഞ്ഞത്. അപ്പൊ സാർ ഒരു ദിവസം കുടിച്ച് ചെന്ന് സാർ അവിടെ അട്ടകാസം പോരും കാണിക്കുമ്പോഴും ഉണ്ണിയാർച്ച അതോടെ പത്തി മടക്കും. ഒരു കാരണം വെച്ചാലും ഒരാളിനെയും, അതായത് കുടിയന്മാരാരെയും പുകഴ്ത്തി പറയുകയില്ല. കുഞ്ഞെ, എന്നാലും ഞാൻ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ലടോ. എന്റെ പൊന്നു സാറേ, സാറ് കുടിക്കില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ പറയുന്നത്. അത് പോട്ടെ, സാറിന് ഇപ്പൊ ഒറ്റയ്ക്കിരുന്ന് അടിക്കാനല്ലേ പ്രശ്നമുള്ളൂ. പേടിക്കണ്ട, ഞാൻ കൂടെ വരാം. നമുക്ക് ഒരു നല്ലൊരു സാധനം എടുത്തിട്ട് അടിക്കാം. ഒരു 2 പെഗ് കൂടുതൽ തന്നാൽ മതി. എന്താ? ഞാനും താനും കൂടെ ഇരുന്ന് കഴിക്കാനോ? ഞാൻ SI-യും താൻ CPI-യും ആണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അത് വേണ്ട, അതൊന്നും ശരിയാവൂല. അതൊരുമാതിരി അച്ഛനും മോനും കൂടെ ഇരുന്ന് കഴിക്കണ പോലെയൊക്കെ ആയിപ്പോ. അതൊന്നും വേണ്ട. ശരി, വേണ്ട. സാർ വിശ്വാസമുള്ള ആരെങ്കിലും വിളി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പവിത്ര മദ്യപിക്കും? ഇല്ല, ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും മദ്യപിക്കുകയല്ല. ഇടയ്ക്ക്, അതും സ്വന്തം കാശ് കൊടുത്ത് മേടിക്കുകയല്ല. ആരെങ്കിലും മേടിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഓസിന് കിട്ടിയാൽ 2 അടിക്കും. സാറേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരാളുണ്ട്. പിന്നെ പ്രശ്നം തീർന്നല്ല. ഇനിയിപ്പോ ആ വഴി നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. പവിത്ര, കുഞ്ഞെ, താങ്ക് യു. നീ ഇന്ന് എനിക്ക് കമ്പനി തന്നില്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ. ഇല്ലല്ലോ. സാറിന് മനസ്സിലാക്കണം, അതൊക്കെയാ സാറേ മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നതാ. കാര്യം സാറസ്യാ, ഞാനൊരു ബ്രോക്കറാ. പക്ഷെ മദ്യത്തിന് മുന്നിൽ നമ്മളെല്ലാവരും സമമല്ലേ സാറേ? സമം? നമ്മളെല്ലാവരും സമമല്ലേന്ന്? നമ്മള് സമമാണ്. സമം. സത്യേട്ടാ, ആരാത്? ഞാനല്ല, പിന്നെ ആരാടാ? മെമ്പറാ. ഏത് നമ്പറാ? സാറിന്റെ ഭാര്യ മെമ്പറാ. അയ്യോ, മെമ്പറേ, നമസ്കാരം. 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 വാ മെമ്പറേ, പോടാ. നമസ്കാരം മെമ്പറേ. മെമ്പറേ, ഇതെന്തോന്നാ പവിത്ര? എന്റെ പൊന്നു മെമ്പറേ, എന്നെ കുറ്റം പറയരുത്. ഞാൻ കവലയിലിരിക്കുവായിരുന്നു. ഈ പുള്ളി പറഞ്ഞ് 2 അടിക്കാൻ കമ്പനി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ സ്റ്റേഷനിലോട്ട് വിളിച്ചു. നല്ല കമ്പനിയാ പവിത്ര. 2 മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ, കുപ്പി മേടിക്കാനുള്ള പൈസയും ഈ സാറ് തന്നു. പൈസ കൊടുക്കുകയായി. ഞാൻ ഇപ്പൊ കുപ്പിയും മേടിച്ചുകൊണ്ട് വന്ന് സ്റ്റേഷന്റെ പുറകിലുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ വന്ന് കയറി 2 പെഗ് അങ്ങ് അടിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്ക് നേല. പുള്ളി പറയാ പുള്ളിക്ക് ഇനിയും കുപ്പി വേണമെന്ന്. ഞാൻ അന്നേരം പറഞ്ഞ അത് വേണ്ട, നമുക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് സമ്മതിക്കുകയല്ല. പിന്നെയും പൈസ തന്ന് ഞാൻ പിന്നെയും കുപ്പി എടുത്തോണ്ട് വന്ന് അതിനകത്ത് 100 പെഗ് എവിടെ പോവാ? ഇവിടെ കേട്ടേ, അവിടെ കേട്ടേ. അതിനകത്തൊന്നും 1 പെഗ് കൂടുതൽ അടിച്ചു സാറ്. ബാക്കി എന്ത് സാറേ? അത് ബാക്കി ഞാൻ കളഞ്ഞു പോയിട്ടാ. ബാക്കി കളഞ്ഞു. ഈ കോലത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യന് പോലീസ് ജീപ്പിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? മോശമല്ലേ ഇത്? പിന്നെ എൻ്റെ സ്വന്തം റിസ്കില് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരുന്ന വഴിയായത്. പക്ഷെ ആ ഓട്ടോറിക്ഷക്കാരൻ ഭാഗ്യമുള്ളവനാട്ടോ. അവിടെ തൊട്ട് ഇവിടം വരെ അവന്റെ തന്തയ്ക്ക് കിടക്കപ്പുറത്തില്ലായിരുന്നു. അമ്മാതിരി ചീത്ത വിളിയായിരുന്നു. അവരുണ്ടല്ലോ, അവിടെ തല്ലുകൾ തെണ്ടി പട്ടി ചട്ട. പാപ്പൻ ചേട്ടന്റെ ചായക്കടയുടെ മുന്നിൽ വന്ന് തന്നെ ബഹളമായിരുന്നു പറയൂ. എടാ, അവനെ കത്തിക്കുകയാണ് വേണ്ടത്. കത്തിക്കുക. നീ നാളെയും വരണം.
രാവിലെ ഞാൻ 6 എടാ പവിത്ര, നീ എന്റെ ചക്കര കുട്ടനാണെടാ. സത്യം അകത്ത് പോവാ. എനിക്ക് നിന്നെ പോലെ ഒരു അരിയില്ലാതെ പോയിട്ടാണ്. താങ്ക് യു. സത്യമായിട്ട് പോ, സത്യമായിട്ട് അകത്ത് പോവാം. നമ്മുടെ ഞാൻ എന്നോട് സഹായിക്കേണ്ടി വരുമോ? പവിത്ര നീ തലവിടാൻ നോക്ക്. മുട്ടുകളെ തന്നെ ഓടിക്കും. അവൻ എന്റെ അനിയൻ, എനിക്ക് പുറകെ വേണ്ട അനിയൻ. വാ ഇങ്ങോട്ട്. നാളെ പറഞ്ഞടാ അകത്ത് പോ സത്യേട്ടാ. മെമ്പർ എന്റെ ചെറുക്കനെ വല്ലതും പറഞ്ഞ എന്റെ വിധം മാറും. പറഞ്ഞില്ല വേണ്ട. സത്യേട്ടാ ഇവിടെ ഇരിക്കേ. ഈ സ്നേഹമുള്ള ആളാണ് അർച്ചേ. എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുണ്ട് അർച്ചേ. സത്യേട്ടാ കാണിക്കുന്നേ. എനിക്ക് ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ലായിരുന്ന ആളാ. പക്ഷേ നീ കാരണമാണ് ഞാൻ മദ്യപിച്ചേ. അയ്യോ സത്യേട്ടാ എന്തൊരു സുഖം അതറിയാമോ അർച്ചേ മദ്യം. സത്യേട്ടാ ഞാൻ 3 പെഗ് അടിച്ചെന്ന്. 3 പെഗ്. അർച്ചേ നീ എന്റെ ചക്കരയാണടി. സത്യേട്ടാ നിന്റെ സ്നേഹത്തിന് മുന്നില് ഞാൻ നമിച്ചു. സത്യേട്ടാ ഞാൻ എന്തെങ്കിലും വാശിപ്പുറത്തൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ ഒരു അക്രമം കാണിച്ചല്ലോ. അല്ല ഇത് അക്രമമല്ല അർച്ചേ. ഇത് ആനന്ദം, പരമാനന്ദം. ആഹാ എന്താ സുഖം. ഈ സുഖം ഞാൻ അറിയാതെ പോയെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു അർച്ചേ. സത്യേട്ടാ അർച്ചേ നീ ഒരിടത്ത് നില്ല്. നീ ഇങ്ങനെ നിന്ന് കറങ്ങല്ലേ. എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് നടത്താനും പറയാറേ. സത്യേട്ടാ ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ആളുകളെല്ലാം കണ്ടില്ലേ, അവരെന്നെ നോക്കി ചിരിക്കില്ലേ? ആ പഞ്ചായത്ത് ഓഫീസിലുള്ളവരെ കളിയാക്കില്ലേ? ചിരിക്കട്ടെ അർച്ചേ, എല്ലാരും ചിരിക്കട്ടെ. ചിരിക്കുന്ന ചേട്ടകളെ അവരെ പണി നോക്കാപ്പടാ. നമ്മൾ പക്ഷെ ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോകും. നമ്മൾ ഇങ്ങനെ കുടിക്കും. ഞാൻ എല്ലാ ദിവസവും കുടിച്ചിട്ടേ വരും അർച്ചേ. ഞാൻ കുടിക്കും. എന്തൊക്കെയാ സത്യേട്ടാ ഈ കാണിക്കുന്നേ? എഴുന്നേക്ക് സത്യേട്ടാ. സത്യേട്ടാ എഴുന്നേക്ക്. ഇവിടെ ഇരിക്ക്. ഒന്നുമില്ല എനിക്ക്. അയ്യോ ഇത് കണ്ടോ നീ? ഇത് കണ്ടോ? വൈകുന്നേരം അത്താഴം കഴിക്കുന്നതിന് മുമ്പ് 3 പെഗ് കഴിക്കണമെന്നാ പവിത്രൻ പറഞ്ഞു. പവിത്രൻ പവിത്രൻ അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ അവനെ കൊല്ലും. അവനെ എന്റെ ചെറുക്കനാണ്. അവനെ ഒന്നും ചെയ്ത് നല്ല സ്നേഹമുള്ള പയ്യനാ. അവനാണ് എനിക്ക് കണ്ടുപിടിക്കാൻ കമ്പനി തന്നെ. നല്ല സ്നേഹമുള്ള പയ്യനാ. സത്യേട്ടാ കുറച്ചു നേരം കിടന്ന് ഉറങ്ങ്, എന്നിട്ട് എഴുന്നേറ്റ് കുളിക്കാം. എന്ത് മാറ്റം സത്യേട്ടാ ഇത്? എങ്ങനെ ഈ ഇത്ര മാറ്റമുള്ള സാധനം കുടിച്ചേ? നീയല്ലേ പറഞ്ഞ എല്ലാരും മദ്യപിക്കുന്നു. അപ്പൊ അവരൊക്കെ ഈ മാറ്റം സഹിച്ചല്ലേ കുടിക്കുന്നത്. പക്ഷെ എനിക്കെന്താ കുടിച്ചൂടാതെ? എനിക്ക് നിന്റെ ഈ ഉണ്ടക്കണ്ണം, ഈ കള്ളം കാണുമ്പോ എനിക്കൊരു പാട്ട് പാടുന്നു അർച്ചേ. എന്റെ ഉള്ളിലെ കലാകാരനെ ഉണർത്തിയത് ഈ മദ്യമാണ്. അപ്പൊ ഈ മദ്യത്തിന് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. അയ്യോ സത്യേട്ടാ, നാട്ടുകാരെ ഇവിടെ കൂടെ കൂട്ടണോ? ഇല്ല, മിണ്ടാതിരിക്കും സത്യേട്ടാ. ഞാൻ പാടും. എന്നെ പാടാം സത്യേട്ടാ. ചന്ദ്രികയൊന്നും കളിക്കൂ. എന്റെ പാട്ട് കേൾക്കണം നീ. എന്റെ പാട്ടിൽ ലോകം മുഴുവനും കേൾക്കണം. ഈശ്വര ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിലലിയുന്ന ജീവരാഗം ചന്ദ്രം. എന്റെ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ചന്ദ്രകാന്ത എന്റെ പാടാൻ പാടാൻ പറ്റൂലല്ലോ. എനിക്ക് പാടണം അർച്ചേ. എന്റെ പാട്ട് നീ കേക്കണം. മിണ്ടാതെ ഇവിടെ കിടന്നോണം.
ആ ഏയ്, നീ കറങ്ങല്ലേ അവിടെ നില്ല്. ആഹാ, ആഹാ. ഓ കുഞ്ഞെ സാറേ എന്തായി? കുഞ്ഞെ എല്ലാം സക്സസ്. എന്റെ അഭിനയം അവള് വിശ്വസിച്ചു. എന്നിട്ട് അവൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. അത് മതി സാറേ, അത് മതി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സാറിന്റെ അഭിനയം ഏക്കൊന്നു. ഞാൻ എഫക്റ്റിന് വേണ്ടിയിട്ട് ആ വൃത്തിയായിട്ട് സാധനം എടുത്ത് കുറച്ചെന്റെ ദേഹത്തങ്ങ് തളിച്ച്, അതും കൂടെ ആയപ്പോ അവളങ്ങ് വിശ്വസിച്ച്. ഓ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. മാറ്റമല്ലേ ഉള്ളൂ. പക്ഷെ കാര്യം ഓക്കെ ആയല്ലോ. ഉള്ളത് പറയാലോ കുഞ്ഞെ, പവിത്രനും അടിപൊളിയായിരുന്നു. സാറിന്റെ ടെൻഷനൊക്കെ മാറിയല്ലോ. അയ്യോ, ഇപ്പൊ എനിക്ക് ഭയങ്കര സമാധാനമായി, സത്യം പറയാലോ. ഹോ, കുഞ്ഞെ എന്താ പ്രശ്നമുണ്ട് തോണേ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ഹലോ സാർ, എന്ത് പ്രശ്നം? ഹലോ മച്ചാനെ വായൻ മച്ചാനെ വാ സത്യേട്ടാ വായൻ സത്യേട്ടാ വാ സത്യേട്ടാ സത്യേട്ടാ നീ ഇതെന്താ കാണിക്കുന്നത്? എന്ത് ടേസ്റ്റാന്നറിയോ സത്യേട്ടാ. ആദ്യം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഒരു ടേസ്റ്റും ഞാൻ അറിഞ്ഞില്ല. എന്ത് സുഖമാ. നീ ഇത് മുഴുവൻ കുടിച്ചോ? സത്യേട്ടാ ഞാൻ പറഞ്ഞേക്ക്, ഞാൻ കുടിച്ചിട്ടില്ല. സത്യേട്ടൻ കുടിച്ചു. സത്യേട്ടൻ കള്ളൊന്നും പറയണ്ട, സത്യേട്ടൻ കുടിച്ചു. ഞാൻ സത്യത്തിൽ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചതായിട്ട് അഭിനയിച്ചതാണ്. ഇല്ല സത്യേട്ടാ, ഇനി നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് കുടിക്കാം. ഞാൻ പറയുന്നത് ഞാനില്ലേ? Thank you, സത്യേട്ടാ. ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. ഇല്ല, നീ എന്നെ രാവിലെ കളിയാക്കിയില്ലേ, ഞാൻ കള്ളു കുടിക്കില്ല എന്നെല്ലാം പറഞ്ഞപ്പോ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ കള്ളു കുടിച്ചായിട്ട് അഭിനയിച്ചാണ്. അതൊന്നും അല്ല സത്യം. പൂക്കുഞ്ഞ് പറഞ്ഞു സത്യത്തിൽ കള്ളു കുടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനാ പറഞ്ഞു അത് വേണ്ട, അഭിനയിച്ചാൽ മതി. സത്യേട്ടൻ കുടിച്ചു. ദൈവത്തിനാണ് ഞാൻ കുടിച്ചിട്ടില്ല ആർച്ചേ. സത്യേട്ടൻ കുടിച്ചു കുടിച്ചു കുടിച്ചു. ആർച്ചേ ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല. എന്നാ പിന്നെ ഞാനും കുടിച്ചിട്ടില്ല. അപ്പൊ ഇത് ഇതിനകത്തുണ്ടായിരുന്നു, ഞാൻ ആ സിങ്കിൽ ഒഴിച്ചു. ഇത് കട്ടൻ ചായ, വേണേ കുടിച്ചു നോക്ക്. മോനെ സത്യപാല, മോനെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. എത്ര വാശിയുടെ പേരിലാണെങ്കിലും SI സത്യപാലൻ കുടിക്കുകയില്ലെന്നും നാട്ടുകാരെ കൊണ്ട് ചേന്ന് പറയിപ്പിക്കില്ലെന്നും എനിക്കറിയാം. എത്ര വർഷമായിട്ട് കാണുന്ന ഞാൻ സത്യേട്ടനെ. ആ ഗേറ്റിൽ തൂങ്ങിയിട്ടുള്ള പ്രകടനമില്ലേ, അത് കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, അടവാണെന്ന്. പിന്നെ ഇത് എവിടം വരെ പോകുന്നറിയാൻ വേണ്ടി ഞാൻ കൂടെ നിൽക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ ആർച്ചേ, എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ബോറായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ പിടിച്ചത്. പക്ഷെ നിന്റെ അഭിനയം ഉണ്ടല്ലോ, ഗംഭീരമായിരുന്നു. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. ദേ, ഇത്തരം അഭ്യാസമായിട്ട് മേൽ എന്റെ അടുത്ത് വന്ന പോലീസുകാരൊന്നും നോക്കില്ല, തിളച്ച വെള്ളം എടുത്ത് ഞാൻ മുഖത്തൊഴിക്കും, പറഞ്ഞേക്കാം. ആ